إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്യുക, അല്ലാഹുവിനെ സ്മരിക്കുക എന്നതാണ് എല്ലാ ഇബാദത്തുകളുടെയും അകക്കാമ്പ്. അല്ലാഹു തആല ഇബാദത്തുകൾ നിശ്ചയിച്ചിട്ടുള്ളത് അവനെ ഓർക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അവന്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാവ് കൊണ്ട് പറയേണ്ട പല ദിക്റുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് തുടങ്ങുന്ന മഹത്തായ ദിക്റുകൾ. ഈ ഓരോ ദിക്ർ നമ്മൾ പറയുമ്പോഴും ആ ദിക്റിന്റെ കേവലം വാചകങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ അതിന്റെ ആശയങ്ങളും നമ്മുടെ ഹൃദയത്തിലേക്ക് പതിയേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂനതയും ബാധിക്കാതെ അത് എല്ലാവിധ ആരോപണങ്ങളിൽ നിന്നും പരിശുദ്ധനായവനാണ് അവൻ അല്ലാഹു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലാഹുവിന് യോജിച്ച മഹത്തരമായിട്ടുള്ള എല്ലാ വിശേഷണങ്ങളും അവൻ അർഹതപ്പെട്ടതാണ് എന്ന് അംഗീകരിക്കലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹനായിക്കൊണ്ട് ഒരാളുമില്ല അല്ലാഹു അല്ലാതെ എന്നുള്ളതാണ്. അങ്ങനെ ഓരോ ദിക്റിനും അതിന്റെ മഹത്തായ ആശയം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ദിക്റുകളിൽ വളരെ ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള ഒരു ദിക്റാണ് അൽ ഹൗഖല, അല്ലെങ്കിൽ ഭാഷാ പണ്ഡിതന്മാർ അൽ ഹൗലഖ എന്നും പറയുന്ന വാക്ക്, അഥവാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കലിമത്തിനെ കലിമത്തുൽ ഇസ്ലാമി വൽ ഇസ്തിസ്ലാം എന്നാണ് പരിചയപ്പെടുത്തിയത്. അള്ളാഹുവിനോടുള്ള കീഴൊതുങ്ങൽ, അള്ളാഹുവിനോടുള്ള സമർപ്പണം, അതിനെ തെളിയിക്കുന്ന വാക്കാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നാം ഓരോരുത്തരും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ് എന്നുള്ളതും ഏതൊരു സന്ദർഭത്തിലും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടതാണ് എന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന, നമ്മുടെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തുന്ന, നമുക്ക് ദീനിലും ദുനിയാവിലും സബാത്ത് നൽകുന്ന കാര്യമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത്. സഹോദരങ്ങളെ, കാര്യങ്ങൾ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്, കാര്യങ്ങൾ അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹു തആല പറഞ്ഞു, വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇലല്ലാഹി തുർജഉൽ ഉമൂർ. ആകാശഭൂമികൾക്കിടയിലുള്ളതെല്ലാം, ആകാശഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാണ്, അതിന്റെ അധികാരം അള്ളാഹുവിനാണ്. അള്ളാഹുവിലേക്കാണ് തീരുമാനങ്ങൾ മടക്കപ്പെടുന്നത്. യഖൂലൂന ഹൽ ലനാ മിനൽ അംരി മിൻ ഷൈ ഖുൽ ഇന്നൽ അംറ കുല്ലഹു ലില്ലാഹ്. നബിയെ, അവർ ചോദിക്കുന്നു കാര്യങ്ങളിൽ എന്തെങ്കിലും നമുക്ക് അധികാരമുണ്ടോ എന്നുള്ളത്. നബിയെ പറയുക, അൽ അംറു കുല്ലഹു ലില്ലാഹ്, ഇന്നൽ അംറ കുല്ലഹു ലില്ലാഹ്. കാര്യങ്ങൾ, തീരുമാനം എല്ലാം പൂർണ്ണമായും അള്ളാഹുവിൻ്റേത് മാത്രമാണ്. മറ്റൊരായത്തിൽ അള്ളാഹു തആല പറഞ്ഞു, അലാ ലഹുൽ ഖൽഖു വൽ അംർ തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. സൃഷ്ടിപ്പ് അവൻ്റേതാണ്, തീരുമാനാധികാരവും അള്ളാഹുവിനുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ നശിപ്പിച്ചു കളയുന്ന അഹങ്കാരമാവട്ടെ, സ്വന്തത്തിൽ അത്ഭുതം കൂറലാവട്ടെ, ഈ കലിമത്ത് കൊണ്ട് അത് നീങ്ങാൻ പറ്റും. നാം അടിമപ്പെട്ടു പോകുന്ന ഏതൊരു പാപമാവട്ടെ, ഈ കലിമത്ത് കൊണ്ട് അതിനെ നീക്കം ചെയ്യാൻ പറ്റും. നാം അനുഭവിക്കുന്ന ഏതൊരു ദുഃഖമോ കഷ്ടപ്പാടോ ഞെരുക്കമോ ആവട്ടെ, ഈ കലിമത്ത് കൊണ്ട് അതിനെ നീക്കാൻ സാധിക്കും. ഈ സന്ദർഭങ്ങളിലെല്ലാം ധാരാളമായും താൻ പറയേണ്ട, നാം ഓർമ്മിക്കേണ്ട ഒരു വാക്കാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വെള്ളിയാഴ്ചകളിൽ നാം പാരായണം ചെയ്യാറുള്ള, അല്ലാത്തപ്പോഴും പാരായണം ചെയ്യാറുള്ള സൂറത്തുൽ കഹ്ഫിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് തോട്ടക്കാരുടെ സംഭവം പറയുന്നുണ്ട്. അതിൽ തന്റെ തോട്ടം കണ്ട് അത്ഭുതം കൂറി അഹങ്കാരം കൊണ്ട ഇതെല്ലാം എന്റേതാണ്, ഇതൊന്നും നശിക്കില്ല എന്ന് വിചാരിച്ച ആളോട് യഥാർത്ഥ സത്യവിശ്വാസിയായിട്ടുള്ള മറ്റേ തോട്ടക്കാരൻ പറഞ്ഞ വാക്ക് അല്ലാഹു തആല പറഞ്ഞു, ولولا إذ دخلت جنتك قلت ما شاء الله لا قوة إلا بالله إن ترني أنا أقل منك مالا وولدا. നിനക്ക് പറയാമായിരുന്നില്ലേ നിന്റെ തോട്ടത്തിൽ നീ പ്രവേശിക്കുമ്പോൾ വളരെയധികം കായ്ക്കനികളും അരുവിയും വെള്ളവും എല്ലാമുള്ള ആ തോട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാഷാ അല്ലാഹ്, ഇത് അല്ലാഹു ഉദ്ദേശിച്ചത്രേ, ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവുമില്ല എന്ന് നിനക്ക് പറയാമായിരുന്നില്ലേ എന്ന് പറയുന്നുണ്ട്. പല സലഫുകളിലെയും ജീവിതത്തിൽ കാണാം, അവർ അവരുടെ സന്താനങ്ങളെയോ കച്ചവടമോ തോട്ടമോ എല്ലാം കാണുമ്പോൾ അവർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയാറുണ്ട്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം നമ്മുടെ നാവിൽ പറയാൻ വേണ്ടി, നാം ഓർക്കാൻ വേണ്ടി, ദിക്ർ ചെയ്യാൻ വേണ്ടി നമ്മോട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു വാക്കാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത്. അതിന്റെ ആശയത്തെ ആദ്യം നാം മനസ്സിലാക്കണം. എന്താണ് അതിന്റെ ആശയം? ഒരു ചലനശേഷിയില്ല, ഒരു കഴിവുമില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. ഒന്നുകൂടി പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിന്റെ അർത്ഥം പറഞ്ഞത് കാണാം, ലാ ഹൗല ബിനാ അലൽ അമലി ബിത്താഅ ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ അള്ളാഹുവിനെ അനുസരിച്ചൊരു കർമ്മം ചെയ്യാൻ നമുക്ക് കഴിയുകയില്ല, നമുക്കതിന് സാധിക്കുകയില്ല. വലാ ഖുവത ലനാ അലാ തർക്കിൽ മഅസിയ ഇല്ലാ ബില്ലാഹ്, ഒരു പാപത്തെ ഒഴിവാക്കാൻ നമുക്കൊരു കഴിവുമില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ നമുക്കതിന് സാധിക്കില്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് അല്ല മുസ്ലിമീങ്ങളോട് നാം ഓരോരുത്തരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചു നോക്കൂ. അവിടുന്ന് പറഞ്ഞു, അക്സിറൂ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഫഇന്നഹാ കൻസും മിൻ കുനൂസിൽ ജന്ന. നിങ്ങൾ ധാരാളമായി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുക. അത് സ്വർഗത്തിന്റെ നിധികളിൽ ഒരു നിധിയാണ്, സ്വർഗത്തിലെ നിധികളിൽ ഒരു നിധിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് നമ്മൾ പറയുമ്പോഴെല്ലാം സ്വർഗത്തിൽ നാം നിക്ഷേപിക്കുന്നത് വലിയ നിധികളാണ്. അതുപോലെ തന്നെ മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലാ അദുല്ലുക അലാ ബാബിൻ മിൻ അബ്വാബിൽ ജന്നഹ്, അപ്പോ ചോദിച്ചു, സ്വർഗത്തിലെ കവാടങ്ങൾ, ഒരു കവാടം ഞാൻ അറിയിച്ചു തരട്ടെയോ, സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന മഹത്തായ ഒരു കാര്യം അറിയിച്ചു തരട്ടെയോ, അറിയിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളതാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിഅ്റാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏഴാം ആകാശത്തേക്ക് പോയപ്പോൾ അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുകയുണ്ടായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ പല കാര്യങ്ങളിലും ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ മുഹമ്മദ്, എ മുഹമ്മദ്, മുർ ഉമ്മതക അയ്യുക്സിറൂ ഗിറാസൽ ജന്ന, നിന്റെ ഉമ്മത്തിനോട് നീ പറയണം, സ്വർഗത്തിലെ ചെടികൾ ധാരാളമാക്കാൻ വേണ്ടി നീ പറയണം, ധാരാളമാക്കാൻ പറയണം. എന്നിട്ട് പറഞ്ഞു, ഫഇന്ന തുർബതഹാ ത്വയ്യിബ വഅർദഹാ വാസിഅ, അവിടുത്തെ മണ്ണ്, സ്വർഗത്തിലെ മണ്ണ് വിശിഷ്ടമായതാണ്, അവിടുത്തെ ഭൂമി അത് വിശാലമാണ്, പ്രദേശം വിശാലമാണെന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയോട് ചോദിക്കുകയുണ്ടായി, വമാ ഗിറാസുൽ ജന്ന, എന്താണ് സ്വർഗത്തിലെ ചെടികൾ എന്ന് പറഞ്ഞാൽ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളതാണെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരു കാരണമായി ഈ ദിക്ർ മാറുന്നതാണ്. അതിന്റെ ആശയത്തെ ആലോചിച്ച് പറയുക എന്നുള്ളത് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണമാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അലൽ അർദി അഹദുൻ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇല്ലാ കുഫിറത് അൻഹു ഖതായ വലൗ കാനത് മിസ്ല സബദിൽ ബഹർ. ഒരാളുമില്ല ഭൂമിയിൽ അവൻ പറയുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുകയാണെങ്കിൽ കടലിന്റെ നുരയോളം അവന് പാപങ്ങളുണ്ടെങ്കിലും അത് അവന് പൊറുക്കപ്പെടുന്ന, അതിന് പ്രായശ്ചിത്തമാകുന്നതാണ് ഈ കലിമത്തുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. ഇനി സഹോദരങ്ങളെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നിത്യജീവിതത്തിൽ നാം ചൊല്ലേണ്ട, നാം പറയേണ്ട പ്രാർത്ഥനകളിൽ ഈ ദിക്റിനെയും അതിന്റെ ആശയത്തെയും എത്ര മഹത്തരമായിട്ടാണ് നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇദാ ഖറജ അർ-റജുലു മിൻ ബൈതിഹി, ഒരാൾ അവന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ, ഫഖാല, അവൻ പറയുകയാണ്, ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിന്റെ നാമം കൊണ്ട്,
ഞാൻ അള്ളാഹുവിൽ വരവേൽപ്പിക്കുന്നു, ഒരു കഴിവും ശക്തിയുമില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ പറയപ്പെടും, ഹുദീത, നീതാ നേരായ മാർഗത്തിലായിട്ടുണ്ട്, വകുഫീത, നിനക്കിത് മതിയായതാണ്, വവുഖീത, എല്ലാ രീതിയിലും നിനക്ക് സംരക്ഷണം ലഭിക്കപ്പെടുന്നതാണ്, ഫതനഹാലഹു ശയാത്തീൻ, പിശാചുക്കൾ അവന്റെ വിഷയത്തിൽ നിരാശപ്പെടും, അവനിൽ നിന്ന് പിരിഞ്ഞു പോകും. ഫയഖൂലഹു ശൈത്താനുൻ ആഖർ, മറ്റൊരു പിശാച് ഇവന്റെ പിശാചിനോട് പറയും, കൈഫ ലക ബിറജുലിൻ ഖദ് ഹുദിയ വകുഫിയ വവുഖിയ, എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നേർമാർഗത്തിലാക്കിയിട്ടുള്ള, സംരക്ഷണം ലഭിച്ചിട്ടുള്ള, എല്ലാ ഷർറിൽ നിന്നും രക്ഷ ലഭിക്കപ്പെട്ടിട്ടുള്ള ഒരുത്തന്റെ മേലെ ഇനി എന്ത് ചെയ്യാനാണ് നീ എന്ന് പിശാചുക്കൾ പരസ്പരം പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നോക്കൂ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന വാക്കിന്റെ ശക്തി നോക്കൂ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മേലെ, നാം ധരിക്കുന്ന വസ്ത്രത്തിന്റെ മേലെ അപ്പോഴെല്ലാം ഈ കാര്യത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അകല തുആമൻ സുമ്മ ഖാല, ആരെങ്കിലും ഭക്ഷണം കഴിച്ചു അതിനുശേഷം അവൻ പറയുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ തുആമ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വത്തിൻ, ആരെങ്കിലും പറയുകയാണ് ഭക്ഷണത്തിന് ശേഷം അൽഹംദുലില്ലാ, അല്ലാഹുവിന് സ്തുതി. എങ്ങനെയുള്ളവനാണവൻ? അല്ലദീ അത്അമനി ഹാദാ തുആം, ഈ ഭക്ഷണം എന്നെ ഭക്ഷിപ്പിച്ചവൻ, വറസഖനി, എനിക്ക് ഉപജീവനമായി ഇത് നൽകിയവൻ, മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വത്തിൻ, എന്റെ കച്ചവടം കൊണ്ടല്ല, എന്റെ ശമ്പളം കൊണ്ടല്ല, എന്റെ സമ്പാദ്യം കൊണ്ടല്ല, എന്റെ ഒരു കഴിവ് കൊണ്ടുമല്ല, അതൊന്നുമില്ലാതെ എനിക്ക് നൽകിയ, പൂർണ്ണമായും അള്ളാഹുവിലേക്ക് അതിനെ ഏൽപ്പിച്ചുകൊണ്ട് എന്റെ കഴിവോ ശക്തിയോ ഇല്ലാതെ ഇതെനിക്ക് നൽകിയ അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, അവന്റെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്ന പാപങ്ങളും അവന് പൊറുക്കപ്പെടുന്നത്, അഥവാ വരും കാലത്ത് പാപങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും അവന് ലഭിക്കുന്നതാണ്. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ ലബിസ സൗബൻ, ആരെങ്കിലും ഒരു വസ്ത്രം ധരിക്കുകയാണ്, ഫഖാല, എന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ സൗബ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വത്തിൻ, അല്ലാഹുവിന് സ്തുതി, ആരാണവൻ? എന്നെ ഈ വസ്ത്രം ധരിപ്പിച്ചവൻ, എനിക്ക് നൽകിയവൻ, എന്റെ ഒരു കഴിവുമില്ലാതെ, എന്റെ ഒരു ശക്തിയുമില്ലാതെ പൂർണ്ണമായും അള്ളാഹുവിലേക്ക് അതിന്റെ അധികാരത്തെ ഏൽപ്പിച്ചുകൊണ്ട് ഇത് നൽകിയ അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, അവന്റെയും പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അതേ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ട, നാം ചിന്തിക്കേണ്ട വലിയൊരു അടിസ്ഥാനത്തെ അള്ളാഹുവിന് മുമ്പിൽ പൂർണ്ണമായ കീഴൊതുങ്ങലിനെ തെളിയിച്ചു കൊടുക്കുന്ന, അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണെന്ന് ബോധ്യപ്പെടുത്തുന്ന, അള്ളാഹുവിന്റെ മേലെ ഭരമേൽപ്പിക്കാൻ നമുക്ക് ശക്തിയേകുന്ന ഒരു കലിമത്താണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളത്. അതുകൊണ്ട് ആ ദിക്ർ നമ്മൾ വർദ്ധിപ്പിക്കണം, അതിന്റെ ആശയത്തെ ഉറ്റാലോചിക്കുകയും വേണം. നോക്കൂ, അല്ലാഹു തആല പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരായിട്ടുള്ള ദരിദ്രന്മാരാണ്. അടുത്ത നിമിഷത്തിലെ ഒരു നിശ്വാസം പോലും അള്ളാഹുവിന്റെ കഴിവും ശക്തിയും കൊണ്ടല്ലാതെ നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ഒരു അടിമ എങ്ങനെയാണ് അള്ളാഹു അല്ലാതെ മറ്റൊരാളിലേക്ക് വരമേൽപ്പിക്കുക? എങ്ങനെയാണ് അള്ളാഹുവിൽ ആശ്രയിക്കാതിരിക്കുക? എങ്ങനെയാണ് അള്ളാഹുവിന് പുറമെ മറ്റൊരാളോട് പ്രാർത്ഥിക്കുക? അതുകൊണ്ടാണ് സഹോദരങ്ങളെ, എന്ത് വലിയ നിരർത്ഥകതയാണ് ഇങ്ങനെയുള്ള റബ്ബിനെ വിട്ടുകൊണ്ട് ഈ ആശയത്തെ മനസ്സിലാക്കാതെ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ ആരാധിക്കുന്നവരെ നിരർത്ഥകത എത്ര വലുതാണ്. അള്ളാഹു തആല പറഞ്ഞു, നോക്കൂ, ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ മറ്റുള്ള ഇലാഹുകളെ വിളിച്ചു തേടുന്നവർ, എന്തുമാവട്ടെ, കല്ലോ മരമോ ജാറമോ മയ്യത്തോ എന്തുമാവട്ടെ, ആരെ വിളിച്ചു തേടുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരി, അള്ളാഹു എനിക്കൊരു ദോഷം ഉദ്ദേശിച്ചാൽ അതിനെ ഒഴിവാക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ഔ അറാദനി ബിറഹ്മ ഹൽ ഹുന്ന മുംസികാതു റഹ്മതിഹി, അള്ളാഹു ഒരു കാരുണ്യം എനിക്ക് ഉദ്ദേശിച്ചാൽ അതിനെ തടഞ്ഞു വെക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദിക്ർ വർദ്ധിപ്പിക്കുക, ഇതിന്റെ ആശയത്തെ ഉറ്റാലോചിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده الصلاة والسلام على من لا نبي بعده عباد الله اتقوا الله. സഹോദരങ്ങളെ, ഈ കലിമത്ത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ഈ കലിമത്ത്, അത് നാം മനസ്സിലാക്കുന്നതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാളും ആഴത്തിൽ കഴിവുള്ള
നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന പല പണ്ഡിതന്മാരും ഖൽബിന്റെയും ശരീരത്തിന്റെയും രോഗത്തിനുള്ള ശിഫ ആയിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കലിമത്താണ്. ദുഃഖമാണോ നിരാശയാണോ ധാരാളമായി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുക. ദുർബലതയും അതുപോലെ തന്നെ ക്ഷീണവുമാണോ ധാരാളമായി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുക. ഇബാദത്ത് ചെയ്യാൻ മടിയാണോ ധാരാളമായി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുക. പാപങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നില്ലേ ധാരാളമായി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയുക. തീർച്ച ജീവിതത്തിൽ അതിന്റെ മാറ്റം കണ്ടെത്തുന്നതാണ്. ഉലമാക്കൾ അത് വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു തആല പറഞ്ഞു, അലാ ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് അലാ ഇന്ന വഅദല്ലാഹി ഹഖ് വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ബോധ്യപ്പെടണം, ആകാശഭൂമികൾക്കുള്ളതെല്ലാം ആകാശഭൂമികൾ അല്ലാഹുവിൻ്റെതാണ്. അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. അധികം ആളുകളും അത് തിരിച്ചറിയുന്നില്ല എന്ന് അള്ളാഹു പറയുകയാണ്. അതെ, കാര്യങ്ങളുടെ നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. അത് മറന്നുകൊണ്ട് ഒരിക്കലും നമ്മിലേക്കോ അല്ലെങ്കിൽ വസ്തുക്കളിലേക്കോ അതിനെ ചേർത്തിക്കൊണ്ട് അതിന്റെ മേലെ ആശ്രയിക്കുന്ന ഒരവസ്ഥ ഒരു മുസ്ലിമിന് പാടില്ലാത്തതാണ്. നോക്കൂ നിങ്ങൾ, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു ജൂത പണ്ഡിതൻ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ മുഹമ്മദ്, എ മുഹമ്മദ്, ഇന്നാ നജിദു അന്ന അല്ലാഹ യജ്അലു സ്സമാവാതി അലാ ഇസ്ബഇൻ. ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ കിതാബുകളിൽ, ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അന്ത്യനാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെ അല്ലാഹുവിന്റെ ഒരു വിരലിലാക്കും, വൽ അർദീന അലാ ഇസ്ബഇൻ, ഭൂമികളെ മറ്റൊരു വിരലിലാക്കും, വശജറ അലാ ഇസ്ബഇൻ, വൃക്ഷങ്ങളെ മറ്റൊരു വിരലിലാക്കും, വൽ മാഅ വസ്സറാ അലാ ഇസ്ബഇൻ, അതുപോലെ തന്നെ വെള്ളത്തെയും മണ്ണിനെയും എല്ലാം മറ്റൊരു വിരലിലാക്കും, വസായിറൽ ഖലായിഖ് അലാ ഇസ്ബഇൻ, മറ്റുള്ള എല്ലാ സൃഷ്ടികളും മറ്റൊരു വിരലിലാക്കും. ഫയഖൂൽ, എന്നിട്ട് അല്ലാഹു പറയും, അനൽ മലിക്, ഞാനാണ് രാജാവ്, ഞാനാണ് രാജാധികാരി, ഞാനാണ് മലിക് എന്ന് അല്ലാഹു തആല പറയുമെന്ന് ഞങ്ങളുടെ കിതാബുകൾ കണ്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഒരു ജൂത പണ്ഡിതൻ പറയും. ഇത് കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് തന്റെ അണപ്പല്ല് കാണുവോളം ഒന്ന് പുഞ്ചിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യും, വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി വൽ അർദു ജമീഅൻ ഖബദതുഹു യൗമൽ ഖിയാമഹ് വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹുവിന് കൊടുക്കേണ്ട ഗാംഭീര്യവും മഹത്വവും നൽകേണ്ടതുപോലെ നൽകാൻ അവർ മനസ്സിലാക്കിയിട്ടില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തോതി, വൽ അർദു ജമീഅൻ ഖബ്ദതുഹു യൗമൽ ഖിയാമ, ഭൂമി മുഴുവൻ ഒരു കൈപ്പിടിയിലായി, അള്ളാഹുവിന്റെ കൈപ്പിടിയിലായി ഒതുങ്ങുന്നതാണ്. അതുപോലെ തന്നെ വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി, ആകാശങ്ങൾ അവന്റെ വലത് കരത്തിൽ ചുരുട്ടിപ്പിടിച്ച അവസ്ഥയിലായിരിക്കും. സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ പങ്കു ചേർക്കുന്നതിനെ തൊട്ടെല്ലാം അല്ലാഹു പരിശുദ്ധനാണ് എന്ന് ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്യുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന് കൊടുക്കേണ്ട ഒരു ഗാംഭീര്യമുണ്ട്, അള്ളാഹുവിന് കൊടുക്കേണ്ട ഒരു മഹത്വമുണ്ട്, അള്ളാഹുവിനും നമ്മൾ കീഴൊതുങ്ങേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. പൂർണ്ണമായും അള്ളാഹുവിന് കാര്യങ്ങൾ ഏൽപ്പിച്ച് അള്ളാഹുവിൽ ആശ്രയിച്ച് വസ്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ജീവിക്കാൻ, നമ്മുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് പ്രേരകമേകുന്ന അൽ ഹൗഖല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്റിനെ വർദ്ധിപ്പിക്കുകയും അതിന്റെ ആശയത്തെ ഉറ്റാലോചിക്കുകയും ചെയ്യുക. അല്ലാഹു തആല ആ കലിമത്ത് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന ഇസ്ലാമിന്റെയും ഇസ്തിസ്ലാമിന്റെയും ആളുകളായി നമ്മെ ഓരോരുത്തരെയും മാറ്റുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.